वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेव श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് നമ്മൾ നമ്മുടെ റെഗുലർ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ അല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് കലണ്ടർ പ്രകാരം, നമ്മുടെ കേരളത്തിലെ കലണ്ടറല്ല, വൈഷ്ണവ കലണ്ടർ പ്രകാരം ഇന്ന് വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു ദിവസമാണ്. ഭദ്ര പൂർണിമ എന്ന് പറയും. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭദ്രപൂർണിമ വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു ദിവസമാണ്. ഈ ഭദ്ര എന്ന് പറയുന്ന മാസത്തിൽ വരുന്ന ഈ പൂർണിമ ദിവസത്തിൽ വരുന്ന ദിവസമാണിന്ന്. ശ്രീമദ് ഭാഗവതം ഇന്നത്തെ ദിവസം നമ്മൾ കേൾക്കുന്നതും ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് കേൾക്കുന്നതും അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ഗിഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ വളരെയധികം സ്പിരിച്വൽ, വളരെയധികം ആധ്യാത്മിക ക്രെഡിറ്റ്സ് തരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ദിവസം. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് വായിക്കുക, ഭാഗവതം കേൾക്കുക എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസം പറയുന്നു, ഭദ്രപൂർണിമ ദിവസം സാധാരണ എന്താണ് ഭക്തർ ചെയ്യുക? അതായത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ ആരാധിക്കണമെന്നുള്ളത്. ശ്രീമദ് ഭാഗവതത്തെ 12-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 12-13 പ്രൗഷ്ടാപദ്യാം പൗർണമാസായാം ഹേമസിംഹസമന്വിതം ദദാതി യോ ഭാഗവതം സ യാതി പരമാം ഗതിം. സോ ഇന്നത്തെ ദിവസം ആരാണോ ശ്രീമദ് ഭാഗവതത്തെ ആരാധിക്കുന്നത്, അതായത് സിംഹാസനത്തിൽ വെച്ച് ഭഗവാനെ നമ്മൾ വെക്കുന്ന പോലെ, ശ്രീമദ് ഭാഗവതവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാന്റെ അവതാരമാണ് ശരിക്കും ശ്രീമദ് ഭാഗവതം. അതായത് ഗ്രന്ഥരൂപത്തിലുള്ള അവതാരമാണ് ശ്രീമദ് ഭാഗവതം. ഇന്നത്തെ ദിവസം ശ്രീമദ് ഭാഗവതം മനോഹരമായിട്ടുള്ള ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ വെച്ച് ആരാധിക്കുന്നതും അതേപോലെ പുഷ്പങ്ങളും വിളക്കും ഒക്കെ കാണിക്കുന്നതും വളരെ ഉത്തമമാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഭാഗവതം ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു, നമ്മളിപ്പോൾ പറഞ്ഞ ശ്ലോകം ഭാഗവതത്തിലെ ശ്ലോകമാണ്. അതിൽ പറയുന്നു, ഇന്നത്തെ ദിവസം ഭദ്രപൂർണിമ ദിവസത്തിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്? അതായത് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നു. അതാണ് പറയുന്നത്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്, പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഭാഗവതം കേൾക്കുക, ഭക്തരുടെ കൂട്ടായ്മയിൽ, ഭക്തരുടെ കൂട്ടത്തിൽ സത്സംഗത്തിലിരുന്ന് കേൾക്കുക, വായിക്കുക, ചർച്ച ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ദിവസം അല്ല, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരുപാട് സ്പിരിച്വൽ ക്രെഡിറ്റ് ഉണ്ട്, പൊട്ടൻസി ഉണ്ട്, ശക്തിയുണ്ട്.
ദാമോദര മാസം സമയത്ത് നമ്മൾ പറയും, ദാമോദര മാസത്ത് വിളക്ക് കാണിക്കുമ്പോൾ നെയ്വിളക്ക് ഭഗവാനെ കാണിച്ചാൽ ഒരുപാട് സ്പിരിച്വൽ ക്രെഡിറ്റ് കിട്ടുമെന്നുള്ളത്. അതേപോലെ ഇന്നത്തെ ദിവസം ഭാഗവതം കൂടുതൽ വായിക്കുക, പഠിക്കുക, കേൾക്കുകയാണെങ്കിൽ അതിനുള്ള ക്രെഡിറ്റ്സ് കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഓഫർ പീരീഡാണ്. മാത്രമല്ല ഇത് പറയുന്നത് ഭാഗവതത്തിൽ തന്നെയാണ്. ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിവസത്തെക്കുറിച്ച്. സോ ആ ഒരു കാരണത്താലാണ് നമ്മളിന്ന് ഭാഗവതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതം നമുക്കറിയാം അമലപുരാണം എന്ന് പറയും. അമലപുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഇംപ്യൂരിറ്റീസ്, മലം അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ്, അശുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല, എല്ലാം പരിശുദ്ധമാണ്. അമലപുരാണം എന്ന് പറഞ്ഞാൽ അതിലൊരു വേറെ മോശമായിട്ടുള്ള ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം, അമലപുരാണത്തിൻ്റെ വേറെ ധർമ്മപ്രോജിത കൈതവത്രപരമോ നിർമ്മത്സരാണാം സതാം എന്ന് പറയുന്ന ശ്ലോകമുണ്ട് ഭാഗവത്തിൽ. അവിടെ പറയുന്നു കൈതവധർമ്മങ്ങളെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തിരുന്നു ശ്രീമദ് ഭാഗവത്. കൈതവധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്ന് പറയുന്ന ഈ പുരുഷാർത്ഥങ്ങൾ. അതായത് ധർമ്മം ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനെ അവസാനം മുക്തി വരെ. മുക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയല്ല പറയുന്നത്, മുക്തി. ഇതാണ് ധർമാർത്ഥ കാമമോക്ഷ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. അപ്പം സാധാരണ ശാസ്ത്രങ്ങളിൽ, വേദങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ശീലവ്യാസദേവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തലത്തിലുള്ള ആളുകളുണ്ട്, ഒരുപാട് അവബോധമുള്ള ആളുകളുണ്ട്, അവർക്കെല്ലാവർക്കും ഒരുപാട് ഗുണങ്ങളുള്ള ആളുകളുണ്ട്. അത് സത്വഗുണം, രജോഗുണം, തമോ ഗുണത്തിൻ്റെ പല കോമ്പിനേഷൻസിലായിട്ടുള്ള ആളുകളാണ് പലവരും, നമ്മളെല്ലാവരും. സോ എല്ലാവർക്കും ഉപകാരമാവുന്ന രീതിയിൽ അദ്ദേഹം വേദങ്ങളിൽ ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഭാഗവതം, അതാണ് ശാസ്ത്രങ്ങൾ ജനറലി പറയുകയാണെങ്കിൽ. ഭാഗവതം എന്നാൽ അങ്ങനെയല്ല. ഭാഗവതത്തിൽ ഓപ്ഷൻസ് ഒന്നുമില്ല, ഒരേ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ശുദ്ധഭക്തിയെക്കുറിച്ച് മാത്രം. ശുദ്ധഭക്തിയെക്കുറിച്ച് മാത്രം. മറ്റുള്ള ഇപ്പോൾ വേദങ്ങളിലെ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാം, അതായത് ഇന്ന യജ്ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വർഗ്ഗലോകത്തിലേക്ക് പോകാം എന്നുള്ളതൊക്കെ. അങ്ങനെയുള്ളൊരു കാര്യമേ ഇല്ല, പറയുന്നില്ല ഭാഗവതത്തിൽ. ഭാഗവതം ഉദ്ദേശിച്ചിട്ടുള്ളത് ഭക്തർക്കാണ്. ശുദ്ധ ഭക്തിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവിടെ. അതുകൊണ്ടാണത് അമലപുരാണം എന്ന് വിളിക്കുന്നത്. ഭാഗവതം ആകെ പറയുന്ന പരോധർമ്മം മാത്രം. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷജേ അഹൈതുകി അപ്രതീഹത യയാത്മാ സുപ്രസിദ്ധതി. ഭാഗവതത്തിൽ പറയുന്ന പരോധർമ്മം എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ മാത്രം. ആ ഭക്തിയുത സേവനങ്ങളുടെ റിസൾട്ട് എന്താണ്? ഭഗവാനിലേക്ക് നമ്മൾ എത്തുന്നു. അതാണ് അതിൻ്റെ റിസൾട്ട്. സോ പരമമായിട്ടുള്ള ധർമ്മം. അതുകൊണ്ടാണ് പറയുന്നത് ധർമ്മപ്രോജിത കൈതവ അത്ര പരമോ. കൈതവ ധർമ്മങ്ങളൊക്കെ, പുരുഷാർത്ഥങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. പരോധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം, ശുദ്ധഭക്തി. അതാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് അമലപുരാണം എന്ന് വിളിക്കുന്നത്. വ്യാസദേവൻ ഈ വേദങ്ങളെല്ലാം എഴുതി, ഒരുപാട് ഉപനിഷത്തുകൾ എഴുതി. ഇതെല്ലാം എഴുതിയിട്ടും അദ്ദേഹത്തിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കരയുമായിരുന്നു. ഭാഗവതത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. വ്യാസദേവൻ കരയുന്നു. ലിറ്ററലി അദ്ദേഹം വിഷമമായിട്ടിരിക്കുമ്പോൾ അവിടെ നാരദമുനി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു വന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തിനാണ് നീ വിഷമിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ ചെയ്തു, ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതി, വേദങ്ങൾ എഴുതി, ഉപനിഷത്തുകൾ എഴുതി, ഒരുപാട് പുരാണങ്ങൾ എഴുതി, എന്നിട്ടും എനിക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ നാരദമുനി പറഞ്ഞു, എങ്ങനെ സംതൃപ്തി കിട്ടാനാണ്? വേണ്ട കാര്യം വേണ്ട പോലെ പറഞ്ഞിട്ടില്ല. അതായത് കൃഷ്ണനെക്കുറിച്ച്, പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനെക്കുറിച്ച് വേണ്ടോളം നീ സ്തുതിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേണ്ടോളം വർണ്ണിച്ചിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് എന്ന് പറഞ്ഞു. അത് ചെയ്യാത്തതുകൊണ്ടാണ് നിനക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത്. അതുകൊണ്ടാണ് നിനക്കൊരു സംതൃപ്തി തോന്നാത്തത്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഉപദേശം തരുന്നു, ഭാഗവതം എഴുതൂ, കൃഷ്ണനെക്കുറിച്ച് എഴുതൂ, കൃഷ്ണനെയും കൃഷ്ണൻ്റെ ഭക്തരെക്കുറിച്ചും. അങ്ങനെയാണ് പിന്നീട് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം എഴുതുന്നത്. ശ്രീല വ്യാസദേവൻ അത് എഴുതിയതിന് ശേഷം, അത് കമ്പൈൽ ചെയ്തതിന് ശേഷം, പിന്നീട് അദ്ദേഹത്തിന് എല്ലാ സമാധാനവും സന്തോഷവും കിട്ടി. അദ്ദേഹം പറയുന്നു, ഇനി എനിക്ക് ഇതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ വ്യാസദേവൻ അതാണ് പറയുന്നത്. വ്യാസദേവൻ അദ്ദേഹം വളരെ ആ വിജ്ഞാനത്തോടു കൂടി, കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി അവസാനം കമ്പൈൽ ചെയ്യുന്നൊരു സംഭവമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും തരാനില്ല വ്യാസദേവൻ പറയുന്നു, ഇതിനപ്പുറത്തേക്കൊരു സംഭവം എനിക്ക് എഴുതാനോ ഇല്ല, തരാനോ ഇല്ല, നമുക്ക് വേണ്ടി.
അതിൻ്റെ അൾട്ടിമേറ്റാണ് ശ്രീമദ് ഭാഗവതം. വളരെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ശ്രീമദ് ഭാഗവതത്തെ ഭാഗവതത്തിൽ തന്നെ കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്? വെളിച്ചമായിട്ട്, അതായത് വിളക്കായിട്ട് കമ്പയർ ചെയ്യുന്നു. പിന്നെ സൂര്യനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് വളരെ സ്വാദുള്ള ഒരു പഴമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മോഹിനി മൂർത്തിയായിട്ട് കമ്പയർ ചെയ്യും. 4 കമ്പാരിസനാണ് വരുന്നത് ഭാഗവതത്തിൽ. സോ ആദ്യത്തെ കമ്പാരിസൺ എന്തായിട്ടാണ്? ദീപം. ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ദീപമല്ല. 1, 2, 3, അതായത് ഭാഗവതം സ്കന്ധം 1 2-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകം 1, 2, 3 അതിൽ പറയുന്നു, യ സ്വാനുഭാവം അഖില ശ്രുതി സാരം ഏകം അധ്യാത്മദീപം അതിതിർഷതാം തമോന്തം. ഈ ശ്ലോകം വരുന്നുണ്ട് അവിടെ പറയുന്നു, ഭാഗവതത്തെ കമ്പയർ ചെയ്തിരിക്കുന്നു എന്തായിട്ടാണ്? അധ്യാത്മദീപം. അധ്യാത്മദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർച്ച് അല്ലെങ്കിൽ വിളക്ക്. അതീന്ദ്രിയ തലത്തിലുള്ള ദീപം. സാധാരണ നമ്മുടെ ബാറ്ററി ഇട്ട് കത്തിക്കുന്ന ടോർച്ചിനെ കുറിച്ചല്ല പറയുന്നത്. അധ്യാത്മദീപം. കാര്യം ഈ അധ്യാത്മദീപം അതീന്ദ്രിയ തലത്തിലുള്ള, ആത്മീയ തലത്തിലുള്ള ആ ദീപം ആണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം പഠിക്കുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന എന്താണ് അവർക്ക് കിട്ടുന്ന റിസൾട്ട്? പറയുന്നു, ഈ ഭൗതിക ലോകത്തിലെ ഈ സംസാര ചക്രത്തിൽ നിന്ന് അവർക്ക് പുറത്തു വന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു പ്രാപ്തി നേടാൻ സാധിക്കുന്നു. ശ്രീമദ് ഭാഗവത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ. അതാണ് പറയുന്നത്. മനോഹരം. അപ്പോൾ അധ്യാത്മദീപമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കമ്പാരിസൺ എന്താണ്? സൂര്യനായിട്ട്. കൃഷ്ണേ സുധാമോപഗതേ ധർമ്മജ്ഞാനാദിഭി സഹ കലോ നഷ്ടാദൃശാം ഏഷ പുരാണാർക്കോ അധുനോതിത. കൃഷ്ണേ സ്വധാമോപഗതേ. കൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയതിന് ശേഷം, കൃഷ്ണൻ്റെ ലീലകളെല്ലാം അവസാനിപ്പിച്ച് കൃഷ്ണൻ തിരിച്ച് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഗോലോക വൃന്ദാവനത്തിൽ പോയതിന് ശേഷം പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ധർമ്മജ്ഞാന ഒക്കെ പോകുന്നു. എല്ലാ വേണ്ട ധർമ്മവും ജ്ഞാനവും ഒക്കെ ഭഗവാന്റെ കൂടെ പോവുകയാണ്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ട്, ജ്ഞാനവുമുണ്ട് പ്രോപ്പറായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പോകുമ്പോൾ അതിന് ഗ്ലാനി സംഭവിക്കുന്നു കുറച്ച്, അല്ലേ? അപ്പോൾ കലിയുഗം, പിന്നെ നമുക്കറിയാം ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കലിയുഗത്തിൽ ധർമ്മമൊന്നും സാധാരണ ഒന്നും ആരും ഫോളോ ചെയ്യാത്ത ഒരു സമയമാണ്. ജ്ഞാനവും പ്രോപ്പറായിട്ടില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ പറയുന്നു, കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭി സഹ കലൗ നഷ്ടാദൃശാമേഷ. കലിയുഗത്തിലുള്ള ആളുകൾക്ക്, അതായത് നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നമ്മളെപ്പോലുള്ള പതീതരായിട്ടുള്ള ജീവാത്മാക്കൾക്ക്, കലിയുഗത്തിലെ ജീവാത്മാക്കൾക്ക് വെളിച്ചം പകർന്നു തരാൻ വേണ്ടി പുരാണ അർക്കോ അധുനോദിത. ഈ പുരാണം ഉദിച്ചിരിക്കുന്നു. ഏത് പുരാണം? ശ്രീമദ് ഭാഗവതം. അർക്ക എന്ന് പറഞ്ഞാൽ സൂര്യ തേജസ്സോടുകൂടി, സൂര്യനായിട്ടാണ് ഉപമിക്കുന്നത്. സൂര്യനേക്കാൾ പ്രകാശത്തിലാണ് ശ്രീമദ് ഭാഗവതം ഉദിച്ചിട്ടുള്ളത്. ഭഗവാൻ അവതരിക്കുന്നത് ഭാഗവത രൂപത്തിൽ, ഗ്രന്ഥരൂപത്തിൽ, സൂര്യ തേജസ്സോടുകൂടി. അങ്ങനെയാണ് അതാണ് രണ്ടാമത്തെ കമ്പാരിസൺ. ഓക്കെ. അപ്പോൾ ആധ്യാത്മദീപം ദീപമായിട്ടും സൂര്യനായിട്ടും കമ്പാരിസൺ കണ്ടു. അപ്പോൾ ആദ്യത്തെ ശ്ലോകം വരുന്ന 1, 2, 3. രണ്ടാമത് പറഞ്ഞത് 1, 3, 43 കൃഷ്ണേ സുധാമോ ഭഗതേ എന്ന് പറയുന്ന ശ്ലോകം, ഇപ്പോൾ പറഞ്ഞ ശ്ലോകം. ഇനി മൂന്നാമത്തെ ഒരു കമ്പാരിസൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫലമായിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മധുരമായിട്ടുള്ള ഒരു പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം നമുക്ക് കിങ് ഓഫ് ഓൾ ഫ്രൂട്ട്സ്. അതായത് എല്ലാ പഴങ്ങളിലും വെച്ച് രാജാവ് എന്ന് വിളിക്കുന്നത് മാമ്പഴത്തെയാണ്. നല്ല മാമ്പഴം. സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാമ്പഴത്തിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അത്ര നല്ല ക്വാളിറ്റിയുള്ള മാമ്പഴം കഴിച്ചിട്ടുള്ളത് കുറവാണ്. എന്നാൽ പല സ്ഥലങ്ങളിലും നല്ല ക്വാളിറ്റിയുള്ള മാമ്പഴം കിട്ടും. ഒന്നും വേണ്ട, നമ്മൾ ഈ മാമ്പഴമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതല്ല. മാമ്പഴം ഇവിടുത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഭാഗവതത്തെ ഈ ഒരു ഫ്രൂട്ടായിട്ട് കമ്പയർ ചെയ്യുന്നത് വേറെ ഒന്നും ഉണ്ടല്ല. അത്രമാത്രം ടേസ്റ്റിയാണ്, മധുരമുള്ളതാണ്, അത് അമൃത് പോലെയാണ് എന്ന് പറയാൻ വേണ്ടി ഉപമിക്കുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. നിഗമകൽപ്പതരോർ ഗലിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം. അവിടെ പറയുന്നു നിഗമകൽപ്പതരോർ ഗലിതം ഫലം വളരെ മെച്യൂറായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള,
നല്ല മധുരമുള്ള, അതിൽ മാമ്പഴം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുരു ഉണ്ടാവും അല്ലേ? അത് പക്ഷേ അതില്ലാത്തൊരു മാമ്പഴത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് മാമ്പഴത്തിൻ്റെ ആ ഒരു ഫ്ലഷ് മാത്രം അത് മാത്രമാണെങ്കിൽ എന്തായിരിക്കും? കുരുവില്ലാത്ത മാമ്പഴം അതേപോലെ നല്ല മാമ്പഴം, നാട്ടിലെ മാമ്പഴമല്ല ഉദ്ദേശിക്കുന്നത്, അൽഫോൺസോ അല്ലെങ്കിൽ എന്തോ അങ്ങനത്തെ മാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടേസ്റ്റി ഗലിതം ഫലം, വളരെ സ്വീറ്റായിട്ടുള്ള പഴം. ശുഖമുഖാത് അമൃത ദ്രവ സംയുതം. ഓക്കെ, ഓൾറെഡി അത് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മധുരമുള്ള പഴമാണ്, മാമ്പഴമാണ്. പക്ഷെ അതിനകത്ത് ശുഖ എന്ന് പറഞ്ഞാൽ തത്തയും കൂടെ കടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പറയുന്നു ഓൾറെഡി പഴുത്ത മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. അപ്പോൾ ശുകദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് ഭാഗവതം കേൾക്കുമ്പോൾ അതിൻ്റെ സ്വാദ് കൂടുന്നു. അങ്ങനെയാണ് ശുകദേവ് ഗോസ്വാമി ആരാണ്? വ്യാസദേവൻ്റെ മകൻ. ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് ശ്രീമദ് ഭാഗവതം വരുമ്പോൾ അത് അമൃതമായി മാറുന്നു. അതാണ് ഭാഗവതം. അപ്പം അങ്ങനെ മൂന്നാമത്തെ കമ്പാരിസൺ വളരെ സ്വാദുള്ള ഫലമായിട്ട് കമ്പയർ ചെയ്യുന്നു. നാലാമത്തെ കമ്പാരിസൺ എങ്ങനെയാണെന്ന് വെച്ചാൽ മോഹിനി മൂർത്തിയായിട്ടാണ് പറയുന്നത്. ശ്രീധർ സ്വാമി അദ്ദേഹം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ അദ്ദേഹം ഭാവാർത്ഥം എഴുതിയിട്ടുള്ളൊരു വരിഷ്ഠനായിട്ടുള്ള ഭക്തനാണ്. അദ്ദേഹം കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. പ്രഭുപാജി നമ്മുടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മോഹിനിമൂർത്തിയായിട്ട് ഭാഗവത്തെ പറയുന്നു. കാര്യം മോഹിനിമൂർത്തി എന്താണ് ചെയ്തത്? മോഹിനിമൂർത്തി സമുദ്രമന്ഥന ലീല നടക്കുന്ന സമയത്ത് മോഹിനിമൂർത്തിയാണ് അമൃതമായിട്ട് വരുന്നത് അല്ലേ? എന്നിട്ട് മോഹിനിമൂർത്തി എന്ത് ചെയ്തു? അമൃത ആർക്ക് കൊടുത്തു? ഭക്തർക്ക്, അല്ലെങ്കിൽ സുരന്മാർക്ക്, അല്ലെങ്കിൽ ദേവതമാർക്ക് കൊടുത്തു, അസുരന്മാർക്ക് കൊടുത്തില്ല. അതേപോലെയാണ് ശ്രീമദ് ഭാഗവതം. അദ്ദേഹം പറയുന്നു ശ്രീമദ് ഭാഗവതം ആക്ച്വലി അതിൽ അമലപുരാണമായതുകൊണ്ട് അത് ഭക്തർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്, അല്ലെങ്കിൽ ഭക്തർക്ക് ആണ് അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അഭക്തർക്ക് കൊടുക്കുമ്പോൾ അസുരന്മാർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് സ്വാദ് അവർക്ക് അറിയില്ല. കാര്യം എന്താണ്? നാവിൽ നമ്മുടെ ഇത് മഞ്ഞപ്പിത്തം വരുമ്പോൾ മധുരമുള്ളതൊക്കെ കഴിക്കുന്ന പോലെ മധുരമുള്ളത് കൊടുത്താലും അവർക്ക് കയ്പായിരിക്കും. കാര്യം അഭക്തരാകുമ്പോൾ അങ്ങനെയാണ്. ആസുരിക ചിന്താഗതിയുള്ളവർ അങ്ങനെയായിരിക്കും. സോ ഇവിടെ പറയുന്നു ഭാഗവതം മോഹിനിമൂർത്തി പോലെയാണ്. കാര്യം ഭക്തർക്ക് ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക്, ആസ്വദിക്കാൻ സാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം അവർ മാത്രം കേൾക്കുക എന്നുള്ളതല്ല. ഭാഗവതം ആര് കേട്ടാലും അവർക്ക് ഒരു വ്യത്യാസം, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും തീർച്ചയായിട്ടും. എന്നാലും ശുദ്ധ ഭക്തിയെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, കാര്യം മറ്റുള്ള കർമ്മകാണ്ഡത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. കാര്യം മറ്റുള്ള സാധാരണ ആളുകൾക്കൊക്കെ ഈ ആസുരിക ചിന്താഗതിയുള്ളവരോ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടുന്നവർക്ക് അവർക്ക് കർമ്മകാണ്ഡത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇഷ്ടം. അതായത് സുഖിക്കാൻ, കൂടുതൽ സുഖിക്കാൻ, സ്വർഗത്തിൽ പോയി സുഖിക്കുന്നു, അവിടെ പോയി സുഖിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ സുഖിക്കുന്നു, സുഖം സുഖം സുഖം, ഇന്ദ്രിയ സുഖഭോഗം. അങ്ങനെയുള്ളവർക്ക് ഭാഗവതം എന്ത് മനസ്സിലാവാനാണ്? അതുകൊണ്ടാണ് പറയുന്നത് അത് ഭക്തർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. സോ ഇങ്ങനെയാണ് 4 കമ്പാരിസൺ. അപ്പോൾ ശ്രീമദ് ഭാഗവതം വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. നമ്മളെല്ലാവരും പഠിക്കേണ്ട, കേൾക്കേണ്ട ഗ്രന്ഥമാണ്. അത് കാര്യം കൃഷ്ണകഥ മുഴുവൻ ഇരിക്കുന്നത് ഭാഗവതത്തിലാണ്. കൃഷ്ണൻ്റെ ലീലകൾ ഇരിക്കുന്നത് മുഴുവനും ഭാഗവതത്തിലാണ്. സോ ഭാഗവതം കേൾക്കുമ്പോൾ, ഭാഗവതം ചർച്ച ചെയ്യുമ്പോൾ, കൃഷ്ണകഥ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് എഫക്റ്റ് ഉണ്ട്, അതിന് ഒരുപാട് ശക്തിയുണ്ട്. ഭാഗവതം തന്നെ പറയുന്നു ഒരുപാട് ശ്ലോകങ്ങളിലായിട്ട് ഈ ഭാഗവതം കേൾക്കുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്. കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ എഫക്റ്റുകളാണ് അതിനുള്ളത്. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദി അന്തസ്തോ ഹി അഭദ്രാണി വിദുനോതി സുഹൃത്സദാം. ഭാഗവതം 1:2-17 പറയുന്നു, ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന. ഭഗവാൻ കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുമ്പോഴും ആ കേൾക്കുക ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കുന്നു, കീർത്തനം അതായത് പറയുന്നു, ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഭഗവാനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു, ഭഗവാനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൃദി അന്തസ്തോഹി അഭദ്രാണി. ഹൃദയത്തിലുള്ള ആവശ്യമില്ലാത്ത എല്ലാ അനർത്ഥങ്ങളും വിധൂനോതി
സുഹൃസതാം. വിധുനോദി എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളൊക്കെ പോകണമെങ്കിൽ കാമക്രോധ ലോഭമോഹ മത മത്സര്യ ഇങ്ങനെ ഒരുപാട് അനർത്ഥങ്ങളുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെടണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണമെങ്കിൽ ഭാഗവതം കേൾക്കണം, ഭഗവാനെക്കുറിച്ച് കേൾക്കണം എന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റാണ് ആദ്യത്തെ റെഫറൻസ്. ഇതുപോലെ ഒരുപാട് ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് മഹാത്മ്യത്തെ, ഭാഗവതം കേൾക്കുന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. അവിടെയും പറയുന്നു നിത്യം ഭാഗവത സേവയ. നഷ്ടപ്രായേഷു അഭദ്രേഷു, എല്ലാവിധ അഭദ്രങ്ങൾ, അതായത് എല്ലാവിധ അമംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. എങ്ങനെയാണെങ്കിൽ നിത്യം ഭാഗവത സേവയ, നിത്യവും നമ്മൾ ഭാഗവതം സേവിക്കുകയാണെങ്കിൽ, നിത്യം ഭാഗവത സേവയ നമ്മുടെ ആചാര്യന്മാർ പറയും. നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 24 മണിക്കൂറും നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആചാര്യന്മാർ പറയുന്നു അറ്റ്ലീസ്റ്റ് ദിവസത്തിൽ ഒരു കുറച്ച് സമയമെങ്കിലും അതിനു വേണ്ടി മാറ്റിവെക്കുക, റെഗുലർലി ചെയ്യുക എന്നുള്ളത്, റെഗുലർ ആക്കുക എന്നുള്ളത്. ഭാഗവത സേവയ, നിത്യം ഭാഗവത സേവയ. ഭാഗവതത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗവതം വായിക്കുക, ഭാഗവതം കേൾക്കുക, ഇതാണ് ഭാഗവത സേവ. ആദ്യം ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധഭക്തരെയും ഭാഗവതർ എന്ന് വിളിക്കും. മഹാഭക്തരെ മഹാഭാഗവതർ, ശുദ്ധഭക്തരെ മഹാഭാഗവതർ എന്ന് വിളിക്കും. അവരിൽ നിന്ന് കേൾക്കുക ഭാഗവതം. ഭാഗവത സേവയ, അവരെ സേവിക്കുക, പറ്റുന്ന പോലെ അവർക്ക് സേവനം ചെയ്യുക, ഇതാണ് പറയുന്നത് ഭാഗവതം. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ, ശുദ്ധഭക്തരെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നു? ആരൊക്കെയാണ് ശുദ്ധഭക്തർ? ഒരു ചോദ്യം വരും. ഓക്കെ, ശുദ്ധഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധഭക്തർ ആ കാറ്റഗറിയിൽ വരുന്ന ഗുരുജനങ്ങളൊക്കെ ശുദ്ധഭക്തരാണ്, സംശയമില്ല. അപ്പോൾ അവരിൽ നിന്ന് ഭാഗവതം കേൾക്കുക ആദ്യത്തെ പ്രയോറിറ്റി. ഇനി വേറൊരു കാറ്റഗറൈസേഷനും കൂടെ പറയാം. ശുദ്ധഭക്തരിൽ ഭക്തരെ നോക്കുമ്പോൾ ആരൊക്കെയാണോ ശുദ്ധഭക്തരാവാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി അത് പരിശീലിക്കുന്നത്, അതിനുവേണ്ടി ശ്രമിക്കുന്നത്, അങ്ങനെയുള്ളവരെ നമുക്ക് ആ ശ്രേണിയിലേക്ക്, അവരുടെ ആദ്യം പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ഇല്ലെങ്കിലും അവരെയും ശുദ്ധഭക്തർ എന്ന് വിളിക്കാം. അങ്ങനെയുള്ളവരിൽ നിന്നും നമുക്ക് ഭാഗവതം കേൾക്കാം എന്ന് പറയുന്നു നമ്മുടെ ആചാര്യന്മാർ. കാര്യം പരിശുദ്ധ ഭക്തരെ കണ്ടുകിട്ടാൻ എളുപ്പമല്ല. എന്നാൽ വളരെ ആത്മാർത്ഥതയോടു കൂടി, വളരെ ഉത്സാഹത്തോടു കൂടി, നിശ്ചയദാർഢ്യത്തോടു കൂടി ഭക്തി സേവനങ്ങൾ പരിശീലിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരിൽ നിന്ന് കേട്ടാലും നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. സേവിക്കുക. സോ സേവനം 2 തരത്തിലാണ്. ഒന്ന് കേൾക്കുക, പറയുന്നത് കേട്ടുകൊണ്ട് ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുക, അതൊരു സേവയാണ്, വാണി സേവ എന്ന് പറയും. ഇനി വപു സേവ എന്ന് പറയും. ശുദ്ധഭക്തരെ സേവിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനങ്ങൾ ഫിസിക്കലി ചെയ്യുക, ഇതും ഭാഗവത സേവയാണ്. നിത്യം ഭാഗവത സേവ എന്ന് പറഞ്ഞാൽ 2 സേവയാണ് പറയുന്നത്. ഒന്ന് പുസ്തകം, ഗ്രന്ഥഭാഗവതത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രന്ഥഭാഗവതം വായിക്കുക, കേൾക്കുക, അതേപോലെ ചർച്ച ചെയ്യുക. 2 ഭക്തർ, മഹാഭാഗവതർ, ഭക്തരെ സേവിക്കുക, ഇതാണ് നിത്യം ഭാഗവത സേവ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഭക്തിർഭവതി, ഭക്തി എന്ന് പറയുന്നത് ശുദ്ധഭക്തി, പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വരുന്നു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അതാണ്, ശുദ്ധഭക്തരാവണം, പരിശുദ്ധ ഭക്തരാവണം. അപ്പോൾ അതിനുള്ള മാർഗമാണ് പറയുന്നത് നിത്യം ഭാഗവത സേവയ. ഇനി 7-ാമത്തെ അധ്യായത്തിൽ പോയി കഴിഞ്ഞാൽ സ്കന്ധം 1 7-ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകമുണ്ട്. യസ്യാം വൈ ശൃണുമാനായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിർ ഉത്പത്യതേ പുംസാം ശോകമോഹ ഭയാപഹ. അതായത് ആരാണോ യസ്യാം വൈ ശൃണുമാനായാം, ആരാണോ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഭക്തിർ ഉത്പത്യതേ പുംസ, ഭക്തി ഹൃദയത്തിൽ പൊട്ടിമുളയ്ക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ശോകമോഹ ഭയാപഹ, ശോകം, മോഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റിദ്ധാരണ, ഈ ശരീരമാണെന്നുള്ള ബോധം, അതാണ് മോഹം. ശോക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പേടി എല്ലാം മാറിപ്പോകുന്നു. കൂട്ടത്തിൽ ഭക്തിർ ഉത്പത്യതേ, ഭക്തി, ശുദ്ധഭക്തി, പരിശുദ്ധ ഭക്തി നമ്മളിൽ വരുന്നു. എന്ത് ചെയ്തു കഴിഞ്ഞാൽ? യസ്യാം വൈ ശൃണുമാനായം, ഭാഗവതം കേൾക്കുകയാണെങ്കിൽ, ഭാഗവതം പഠിക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ, ചർച്ച ചെയ്യുകയാണെങ്കിൽ.
പിന്നെ പറയുന്നു ഭാഗവതത്തിൽ ശൃണ്വതാ ശ്രദ്ധയാ നിത്യം ഗൃണന്തശ്ച സ്വചേഷ്ടിതം കാലേന ന അതിദീർഘേന ഭഗവാൻ വിശദേ ഹൃദി. 2-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ വരുന്ന 4-ാമത്തെ ശ്ലോകമാണിത്. 2, 8, 4. അവിടെ പറയുന്നു ശൃണ്വത ശ്രദ്ധയാ നിത്യം. അപ്പോൾ ഭാഗവതം എങ്ങനെ പഠിക്കണം, എങ്ങനെ കേൾക്കണം എന്നുള്ളത് പറയുന്നു ഇവിടെ. ശൃണ്വത കേൾക്കുക, ശ്രദ്ധയ വിശ്വാസത്തോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, നിത്യവും റെഗുലർലി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ, ചർച്ച ചെയ്യുകയാണെങ്കിൽ, അത് മാത്രമല്ല, കഴിഞ്ഞിട്ടില്ല, ഗൃണതശ്ച സ്വചേഷ്ടിതം, കേൾക്കുന്ന കാര്യം സ്വചേഷ്ടിതം, അത് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈയും കൂടെ ചെയ്യുക, ഫോളോവും കൂടെ ചെയ്യുക. ഭാഗവതത്തിൽ പ്രിൻസിപ്പിൾസ് എല്ലാം, പറയുന്ന തത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അത് ആചരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ, കേൾവി മാത്രമാവുന്നില്ല. കേൾവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവി പൂർണ്ണമാവുന്നത് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ്, ഇല്ലെങ്കിൽ കേൾവി പൂർണ്ണമാവുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ഭാഗവതം പറയുന്നു കാലേന ന അതിദീർഘേന, അതായത് ഒരു സമയം അധികം എടുക്കാതെ, അതിദീർഘേന അധികം ദീർഘിപ്പിക്കുന്നില്ല ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ. അതാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടുന്നു. എന്താണ് റിസൾട്ട്? ഭഗവാൻ വിശദേ ഹൃദി. എഗെയിൻ പറയുന്നു, ഭഗവാൻ ഹൃദയത്തിൽ ഉദിക്കുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിൽ അദ്ദേഹം വെളിപ്പെടുന്നു. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീമദ് ഭാഗവതം ഭഗവാനെക്കുറിച്ച്. കാര്യം ഭാഗവതത്തിൽ ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ശുദ്ധഭക്തരെക്കുറിച്ചും മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കും, കൃഷ്ണകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, ഭഗവാൻ പറയുന്നത് കേൾക്കുന്നു, ഭഗവാന്റെ ഭക്തരെക്കുറിച്ച് കേൾക്കുന്നു. എല്ലാം കൃഷ്ണകഥയാണ്, എല്ലാം ഹരികഥയാണ്. സോ ഭഗവത്ഗീത ചർച്ചയാണെങ്കിലും നമ്മൾ സിൻസിയർലി കേൾക്കുകയും പഠിക്കുകയാണെങ്കിൽ, പറയുന്ന കാര്യങ്ങൾ ഫോളോയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ വിശദഹൃതി, സംശയമില്ല. ഭഗവത്ഗീത നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം കൂടും, നമ്മുടെ ഭഗവാനിലുള്ള ഡെഫിനറ്റ്ലി വിശ്വാസം കൂടുന്നു. പിന്നെ നമുക്ക് മനസ്സിലാവുന്നു പരമദിവ്യത്വം പുരുഷൻ ആരാണെന്നുള്ളത്. ആ ബേസിക് നമ്മുടെ ഫൗണ്ടേഷൻ നല്ലതാവും. അത് സ്ട്രോങ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ ലീലകൾ കേൾക്കുവാനും ശ്രീമദ് ഭാഗവതം പഠിക്കുവാനുള്ള ഇൻട്രസ്റ്റ് നമ്മളിൽ വരുന്നു. അപ്പോൾ ഭഗവത്ഗീത ഭാഗവതമൊക്കെ ഒരുമിച്ച് നമ്മൾ പഠിക്കും. അതുകൊണ്ട് സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ഭാഗവതത്തിൽ പറയുന്നു, സതാം പ്രസംഗാൻ മമ വീര്യ സംവിധോ ഭവന്തി ഹൃത്കർണ രസായന കഥ. രസായനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആയുർവേദ ഷോപ്പിൽ പോയി രസായനം, നരസിംഹ രസായനം, രസം. ഇവിടെ പറയുന്നത് ഭക്തിരസത്തെക്കുറിച്ചാണ്. കർണത്തിനുള്ള, നമ്മുടെ ചെവികൾക്കുള്ള രസായനമാണ്, അമൃതാണ്. എന്ത്? സതാം പ്രസംഗാൻ മമ വീര്യ സംവിധോ. ഭഗവാനെക്കുറിച്ച് ഭവന്തി ഹൃത്കർണ രസായന കഥ, ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ശുദ്ധഭക്തരുടെ ലീലകൾ, അതായത് ഭാഗവതം, അത് കർണരസായനമാണെന്ന് പറയുന്നു. അതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ശ്രീമദ് ഭാഗവതം കേൾക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭഗവാനെ ഓർക്കുക എന്നാണ്, ഓർക്കുന്നു എന്നുള്ളതാണ്. കാര്യം കേൾക്കുന്നതിലൂടെ നമ്മൾ ആ വ്യക്തിയെ ഓർക്കുന്നു, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ പിക്ചർ നമ്മുടെ മുമ്പിൽ വരുന്നു. സ്പെഷ്യലി നമ്മൾ കണ്ട ഒരാളാണെങ്കിൽ ഓഫ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ പിക്ചർ നമ്മുടെ മുമ്പിൽ വരുന്നു. ഇനി കാണാത്ത ഒരാളാണെങ്കിൽ നമ്മൾ കേൾക്കുന്നത് കൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ കാണാനുള്ള ആ ഒരു ആഗ്രഹം കൂടുന്നു. സത്യമാണോ? കണ്ടിട്ടില്ല നമ്മളിതുവരെ, കേൾക്കുന്നേ ഉള്ളൂ. ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്, ആരെങ്കിലും ആവട്ടെ. സാധാരണ ഒരാളെ കുറിച്ച് പറയുമ്പോൾ പോലും നമുക്ക് ആ വ്യക്തിയുടെ കുറേ ക്വാളിറ്റീസ് പറയുന്നു. ആ വ്യക്തി അങ്ങനെയാണ്, കാണാൻ ഭംഗിയാണ്, അല്ലെങ്കിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉള്ള വ്യക്തിയാണ്, വളരെ വിനയമുള്ള ആളാണ്, അല്ലെങ്കിൽ വളരെ നല്ല സ്വഭാവക്കാരനാണ്, കാരണോ കാര്യമോ ആരാണെങ്കിൽ. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടില്ലെങ്കിലും ആ വ്യക്തിയെ കാണാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുന്നു, അല്ലേ? അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നു. അതാണ്. അപ്പോൾ അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്? നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു, അല്ലേ?
കൃഷ്ണനും പറയുന്നത് ഭഗവത്ഗീതയിലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലും അതാണ് പറയുന്നത്. ഓർക്കൂ, എന്നെ സ്മരിക്കൂ, സ്മരണയുണ്ടാവൂ. യസ്യ സ്മരണ മാത്രേന ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്യൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ശ്രീ വൈശംഭായനോ വാച. വിഷ്ണു സഹസ്രനാമ ക്ലാസ് അല്ല എന്തായാലും. അവിടെയും പറയുന്നു യസ്യ സ്മരണ മാത്രേന ജന്മസംസാരബന്ധനാത്. യസ്യ സ്മരണ മാത്രേന, ഭഗവാനെ സ്മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജന്മസംസാര ബന്ധങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഹരി ബോൽ. വിഷ്ണു സഹസ്രനാമം പറയുന്നു ഭഗവാനെ സ്മരിക്കുമ്പോൾ വരുന്ന എഫക്റ്റ് എന്താണെന്ന്. അതുപോലെ വേറെ വേദങ്ങളിലൊരു ശ്ലോകമുണ്ട്. ഓം അപവിത്ര പവിത്രോവ സർവാവസ്ഥം ഗതോപിവ യ സ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യ അഭ്യന്തര ശുചി. സാധാരണ നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ആചമനമൊക്കെ ചെയ്യുമ്പോൾ ചൊല്ലുന്നൊരു ശ്ലോകമാണ്. ഇവിടെ പറയുന്നു ആക്ച്വലി ഈ ശ്ലോകം ചൊല്ലുന്നതിലൂടെയല്ല നമ്മൾ പവിത്രമാവുന്നത്, ശുദ്ധമാവുന്നത്. യ സ്മരേത് പുണ്ടരീകാക്ഷം. സ്മരേത്, ഭഗവാനെക്കുറിച്ച് സ്മരിക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധരാവുന്നത്. അത് അത്രമാത്രം ശക്തിയാണുള്ളത് ഭഗവാനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ. ഭഗവാൻ ത്രൂ ഔട്ട് ഭഗവത്ഗീതയിലും പറയുന്നത് തന്നെയാണ്. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാപരി ഉപാസത്തെ. ചിന്തിക്കൂ, ഓർക്കൂ, സ്മരിക്കൂ. അന്തകാലേച്ച മാം ഏവ സ്മരൺ മുക്ത്വാ കലേവരം. ഭഗവാൻ പറഞ്ഞു ചിന്തിക്കൂ. മരിക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കും. യം യം വാപി സ്മരൺ ഭവൻ ത്യജദന്തേ കലേവരം. ഭഗവത്ഗീത 8:6. അവിടെയും പറയുന്നു എന്ത് ഭാവത്തിലാണോ, എന്താണോ നിങ്ങൾ സ്മരിക്കുന്നത് മരണസമയത്ത്, അവിടേക്ക് നിങ്ങൾ എത്തിയിരിക്കും. പിന്നെ പറയുന്നു മന്മനാഭവ മത്ഭക്തോ മത് യാജി മാം നമസ്കുരു. 9:34, 18:65. ഇവിടെയും പറയുന്നു മന്മന എന്ന് പറഞ്ഞാൽ മനസ്സ് ഉപയോഗിച്ച് ഓർക്കൂ, ചിന്തിക്കൂ. ഭഗവാൻ ത്രൂ ഔട്ട് ഭഗവത്ഗീതയിൽ പറയുകയാണ് നമ്മളോട്, ഓർക്കൂ, എന്നെക്കുറിച്ച് ഓർക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ട്. കാര്യം ഭഗവാനെ സ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എല്ലാം. തേഷാം സതത യുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധി യോഗം തം യേന മാം ഉപയന്തി തേ. അവിടെയും പറയുന്നു ഭഗവത്ഗീതയിൽ തേഷാം സതതയുക്താനാം, സദാസമയത്തും ഭഗവാനെ ഓർക്കുമ്പോൾ, സ്മരിക്കുമ്പോൾ, സേവനം ചെയ്യുമ്പോൾ ദദാമി ബുദ്ധിയോഗം, ഞാൻ അവർക്ക് വേണ്ട ബുദ്ധിയെല്ലാം കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു ഭഗവാനെ സ്മരിക്കുന്നതിനെക്കുറിച്ച്. ആ സ്മരണ വരണമെങ്കിൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് കേട്ടാലേ സ്മരിക്കുകയുള്ളൂ. കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്മരണ വരുന്നു. ഭാഗവതം പറയുന്നു അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷീണോതി അഭദ്രാണി ശം തനോതി സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാന വിരാഗയുക്തം. ഭാഗവതം 12:55 പറയുന്നു അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ. ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ, ഭഗവാൻ കൃഷ്ണനെ സ്മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുകയാണെങ്കിൽ, ശ്രീമദ് ഭാഗവതം കേൾക്കുകയാണെങ്കിൽ, സ്മരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? 7 കാര്യങ്ങൾ പറയുന്നു. ക്ഷീണോതി അഭദ്രാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അമംഗളമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഷം തനോതി, മംഗളകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നു. 2 കാര്യങ്ങളായി. ഇനി 3-ാമത്തെ സത്വസ്യ ശുദ്ധിം, നമ്മുടെ ഹൃദയം ശുദ്ധമാവുന്നു. പരമാത്മഭക്തിയും, നമുക്ക് പരിശുദ്ധ ഭക്തി, ഭഗവാനോടുള്ള പരിശുദ്ധ ഭക്തി നമുക്ക് കിട്ടുന്നു. 4 റിസൾട്ട്, 4 എഫക്റ്റുകളാണ് പറയുന്നത്. ഇപ്പം 4ആയി. ഇനി 3 കൂടെയുണ്ട്, 7ആണ് ടോട്ടൽ. ക്ഷീണോതി അഭദ്രാണി, ഷം തനോതി, സത്വസ്യ ശുദ്ധിം, പരമാത്മഭക്തി. ഇനി ജ്ഞാനം ച വിജ്ഞാന വിരാഗയുക്തം. ജ്ഞാനം എന്ന് പറഞ്ഞെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം, ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം, നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ്, ശരീരമല്ല ആത്മാവാണ്, ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ, ഇതെല്ലാം ജ്ഞാനമാണ്. ജ്ഞാനം ഇൻഫർമേഷൻ മാത്രമല്ല, വിജ്ഞാനം കൂടെ, അത് വെളിപ്പെടുന്ന ഒരു അറിവാണ്. അറിവിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പം ജ്ഞാനവും വിജ്ഞാനവും കിട്ടുന്നു. വിരാഗയുക്തം. വിരാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്തി, അതായത് ഭൗതിക സംഭവങ്ങളിൽ, ഭൗതികമായിട്ടുള്ള സാധനങ്ങളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നുള്ള വിരക്തി. കാര്യം ഇത് അത്യാവശ്യമാണ്. നമുക്ക് ഇവിടെയുള്ള സംഭവങ്ങളോട്, സാധനങ്ങളോട് അറ്റാച്ച്മെൻറ്റ് തോന്നുവാണെങ്കിൽ നമ്മളിപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ വിരക്തി അത്യാവശ്യമാണ്. ഇവിടെയുള്ള എല്ലാത്തിനോടും, എല്ലാ സാധനങ്ങളോടും, വ്യക്തികളോടുമൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമ്മൾ പുറത്ത് വരുമ്പോൾ
ഭഗവാനിലേക്ക് നമ്മൾ അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. കാലാകാലങ്ങളായിട്ട് നമ്മൾ ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം ഇവിടെയുള്ള സംഭവങ്ങളുടെ അറ്റാച്ച്മെൻറ്റ്സ് തീർന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ ഇപ്പോഴും ഇന്നും ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യമാണ് വിരാഗ അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിരക്തി എന്ന് പറയുന്നത്. സോ ഭഗവാനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഭാഗവതം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന ഗുണങ്ങളാണ് കിട്ടുന്നത്. 7 കാര്യങ്ങൾ പറഞ്ഞു. സോ ഇങ്ങനെയാണ് കാര്യം. നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ മരണത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിൽ മരണം സംഭവിക്കാം. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ മരണത്തിൻ്റെ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആയുർഹരതി വൈ പുംസം ഉദ്യൻ അസ്തം ച യൻ അസോ തസ്യാർത്ഥ യത് ക്ഷണോ നീത ഉത്തമ ശ്ലോക വാർത്തയ. ഭാഗവതം പറയുന്നു, ആയുർഹരതി വൈ പുംസം. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഓരോ ദിവസം, നമ്മുടെ ഡ്യൂറേഷൻ, ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസം അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ്, വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സ്ട്രോ വെച്ച് നമ്മൾ ജ്യൂസ് കുടിക്കുന്ന പോലെ ഒരു സ്ട്രോ അല്ല, ഒരുപാട് സ്ട്രോ ഒരുമിച്ച് വെച്ച് വലിച്ചാൽ എന്തായിരിക്കും? അതേപോലെ ഒറ്റയടിക്കാണ് എടുക്കുന്നത് സൂര്യൻ ഓരോ ദിവസം. സൂര്യൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുവാണ് നമ്മളിൽ നിന്ന്. നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ആളുകൾക്ക്. എന്നാൽ തസ്യാർത്ഥേ യക്ഷണോ നീത്ത ഉത്തമ ശ്ലോക വാർത്തയ. ഉത്തമ ശ്ലോക വാർത്തയ എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് ആരാണോ ചർച്ച ചെയ്യുന്നത്, ഭഗവാനെക്കുറിച്ച് ആരാണോ കേൾക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഇത് ബാധകമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഭഗവാനെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിൽ, ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് മരണം ഒരു വിഷയമേ അല്ല. മരണം സംഭവിക്കില്ല എന്നല്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല ആർക്കും. പക്ഷെ മരണം ഒരു വിഷയമായി മാറില്ല. അത് സാധാരണ ഒരു സംഭവം മാത്രമായി മാറുന്നു. കാര്യം ശുദ്ധഭക്തരൊക്കെ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാര്യം ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല. ബാക്കി കാര്യം എന്താണ്? നമ്മൾ ശുദ്ധഭക്തരല്ലാത്തത് കൊണ്ട് ഇപ്പോഴും പേടിയാണ്, ഇപ്പോഴും ആ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടില്ല നമുക്ക്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൂര്യൻ ഇതുപോലെ ഒരുപാട് സ്ട്രോ വെച്ചിട്ട് നമ്മളുടെ ആയുസ്സിനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഒരു കള്ളനെ പോലെ, ശാസ്ത്രങ്ങൾ പറയുന്നു, ഒരു കള്ളനെ പോലെ നമ്മുടെ ജീവിതം കട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ നിന്ന് എടുത്ത് മരണത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചൗരാഗ്രഗണ്യനായിട്ടുള്ള പുരുഷൻ കൃഷ്ണനേക്കാൾ വലിയ ഒരു കക്കുന്ന ഒരാളില്ല, അല്ലേ? ചൗരാഗ്രഗണ്യം പുരുഷം നമാമി, ചൗരാഷ്ടകത്തിലുണ്ട്. അദ്ദേഹം വളരെ സ്മാർട്ടാണ്. അദ്ദേഹം വെണ്ണ മാത്രമല്ല കക്കുന്നത്, നമ്മുടെ ഹൃദയം കക്കുന്നു. അതുകൊണ്ടാണ് ചൗരാഗ്രഗണ്യം എന്ന് ബില്വമംഗല ഠാക്കൂർ പറയുന്നത്, ചൗരാഗ്രഗണ്യം പുരുഷം. സോ ആ ചൗരാഗ്രഗണ്യം പുരുഷനായിട്ടുള്ള കൃഷ്ണനെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ നേരത്തെ പറഞ്ഞ സൂര്യൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതാണ് പ്രത്യേകം. സോ അതുകൊണ്ട് നമ്മൾ ഭാഗവതം കേൾക്കുവാനും ഭക്തി സേവനങ്ങൾ ചെയ്യുവാനും സത്സംഗങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യാനും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ പ്രയോറിറ്റി ആയിരിക്കണം. നമ്മൾ നാമം ജപിക്കാനുള്ള നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെയാണ് ശ്രവണം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രവണത്തിലൂടെയാണ് നമ്മുടെ നാമജപം നന്നാവുന്നത്. ശ്രവണത്തിലൂടെയാണ് നമ്മൾ ഭഗവാന്റെ സ്മരണ കിട്ടുന്നത്. സ്മരണ ഇല്ലെങ്കിൽ ഭഗവാനെ ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം പാഴായി പോവാണ്. കാര്യം ഓർത്തില്ലെങ്കിൽ പറയുന്നു ഭഗവാൻ മരണസമയത്ത് ഓർമ്മ വേണമെന്ന്. ഭഗവാനെ സ്മരിക്കണമെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ല രീതിയിൽ ഭഗവാനെ ഓർക്കണം, നാമം ജപിക്കണം, ഭഗവാനെക്കുറിച്ച് കേൾക്കണം. അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒരേ വ്യക്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള സ്മരണയും ഓർമ്മയും ചിന്തയും ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഭഗവാനെക്കുറിച്ച് റിപ്പീറ്റഡ്ലി നമ്മൾ കേൾക്കുമ്പോൾ, നിത്യവും കേൾക്കുമ്പോൾ ഭഗവത്ഗീതയൊക്കെ തീർച്ചയായിട്ടും സ്മരണ വരും. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണനാണ്, രാധാറാണിയുടെ ഭാവത്തിൽ വന്നതാണ്. അദ്ദേഹം
അവതരിച്ച സമയത്തും ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം പ്രമാണം അമലം പ്രേമ പൂമർത്തോ മഹാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു മതമിതം തത്രാതരോ നാപരഹ. മഹാപ്രഭു പറയുന്നു, ശ്രീമദ് ഭാഗവതം പോലെ വേറെ പുരാണമില്ല, അമല പുരാണമാണ്. സോ ഭാഗവത്തെ നമ്മൾ ശരണം പ്രാപിക്കണം എന്നുള്ളത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ നമ്മൾ കാണാം, മഹാപ്രഭു എല്ലാ ദിവസവും ശ്രീ ഗദാധർ പണ്ഡിറ്റിൻ്റെ കൂടെ ഇരുന്ന് ജഗദാന്തപുരിയിലുള്ള സമയത്ത് 3 മണിക്കൂർ മിനിമം അദ്ദേഹം ഭാഗവതം കേൾക്കുമായിരുന്നു. ഗദാധർ പണ്ഡിറ്റ് ഭാഗവതം പറയും, മഹാപ്രഭു അത് കേൾക്കുന്നു. അങ്ങനെയായിരുന്നു. പ്രഹ്ലാദ ചരിത്രം, ധ്രുവ ചരിത്രം, പിന്നെ ദശമസ്കന്ധത്തിലെ കൃഷ്ണൻ്റെ ലീലകൾ, ഇതെല്ലാം എല്ലാ ദിവസവും മഹാപ്രഭു ഗദാധർ പണ്ഡിറ്റും ചർച്ച ചെയ്യുമായിരുന്നു. അതിമനോഹരമായിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ചൈതന്യ മഹാപ്രഭു കൃഷ്ണനാണ്. ഗദാധർ പണ്ഡിറ്റ് ആക്ച്വലി പറയുവാണെങ്കിൽ ഭഗവാന്റെ ആന്തരിക ശക്തി ശ്രീമതി രാധാറാണിയുടെ അവതാരമാണ്. സോ ഗദാധർ പണ്ഡിറ്റും മഹാപ്രഭു എന്ന് പറയുമ്പോൾ ആക്ച്വലി രാധയും കൃഷ്ണനുമാണ്. അവർ രണ്ടുപേരും കൂടെ വന്ന് അവർ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ ചർച്ച ചെയ്യുന്ന ശ്രീമദ് ഭാഗവതമാണ്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? ഭാഗവതം കേൾക്കുവാനും ചർച്ച ചെയ്യുവാനും കൃഷ്ണനും രാധാറാണിയും തന്നെ മുൻകൈ എടുക്കുന്നു. അവർക്ക് തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാണ്, ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ് ഭക്തരെക്കുറിച്ച്. കാര്യം പ്രഹ്ലാദനെക്കുറിച്ച്, ധ്രുവനെക്കുറിച്ച്, പിന്നെ കൃഷ്ണൻ്റെ ലീലകളും ഒക്കെ അതിൽ പറയുന്നു അല്ലേ. കാര്യം ഇവർ രണ്ടുപേരും, ഗദാധർ പണ്ഡിറ്റാണെങ്കിലും മഹാപ്രഭു ആണെങ്കിലും ആക്ച്വലി കൃഷ്ണനും രാധയാണെങ്കിലും അവർ വന്നിട്ടുള്ളത് ഭക്തഭാവത്തിലാണ്. അപ്പോൾ ഭക്തഭാവത്തിൽ ഭഗവാൻ വരുമ്പോഴും അവർ ചർച്ച ചെയ്യാനും കേൾക്കുവാനും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം കൃഷ്ണകഥ മാത്രമാണ്, ഭാഗവതം മാത്രമാണ്. അപ്പോൾ അതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം. സോ ഭാഗവതം അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളൊരു ദിവസമായിട്ട് നമുക്ക് തോന്നണം. അതാണ് ഒരു ടെസ്റ്റ്. നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, ശ്രവണം സ്ട്രോങ് ആയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ്. ഒരു ദിവസം സത്സംഗം ഇല്ലെങ്കിൽ ഇറിറ്റേഷൻ തോന്നണം. ഓ, ഇന്ന് സത്സംഗം ഇല്ലല്ലോ, തിങ്കളാഴ്ച ഭാഗവതം ക്ലാസ്, ചൊവ്വാഴ്ച ഭഗവത്ഗീത ക്ലാസ്, ഞായറാഴ്ച വേറെ ക്ലാസ്, അല്ലെങ്കിൽ ബുധനാഴ്ച വേറെ ക്ലാസ്, വ്യാഴാഴ്ച ചൈതന്യ ചരിതാമൃതം, വെള്ളിയാഴ്ച വേറെ ക്ലാസ്. സോ നമ്മളിങ്ങനെ കണക്ക് നോക്കി, എണ്ണം നോക്കിയിരിക്കുകയാണെ, അടുത്ത് ഇത് കഴിഞ്ഞ് അടുത്ത് ഒരു ദിവസം ഇല്ലെങ്കിൽ വിഷമം തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നണം നമുക്ക്. അതിൻ്റെ അർത്ഥം നമ്മൾ പുരോഗതി ഉണ്ട് ഭക്തിയിൽ. തദ്ദിനം ദുർദിനം മന്യേ മേഘാച്ഛന്നം ന ദുർദിനം യദ്ദിനം കൃഷ്ണ സംലാപം കഥാ പീയൂഷവർജിതം. നാരദ ഭക്തി സൂത്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നാരദമുനി പറയുന്നതാണ്, സാധാരണഗതിയിൽ അമംഗളമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് മേഘാച്ഛന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാൻ വേണ്ടി ഒരുപാട് മഴക്കാറുള്ളൊരു ദിവസം. ആളുകൾക്ക് പുറത്തു പോകാൻ പേടിയാണ്, ഇഷ്ടമല്ല. ഇനി നനഞ്ഞു കഴിഞ്ഞാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്, ഡ്രസ്സെല്ലാം നനയും. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസം സാധാരണഗതിയിൽ ആളുകൾ പറയും, ഇത് വളരെ നാശം പിടിച്ച മഴ എന്നൊക്കെ പറയും ചിലവർ. അതായത് വളരെ അമംഗളമായിട്ട് തോന്നും, അമംഗളമായിട്ടുള്ളൊരു ദിവസമായിട്ട് പറയുന്നു. എന്നാൽ ആക്ച്വലി നാരദമുനി പറയുന്നു, എന്നാൽ അതല്ല മംഗളമായിട്ടുള്ളത്. യദ്ദിനം കൃഷ്ണ സംലാപ കഥ പീയൂഷവർജിതം. കൃഷ്ണ സംലാപം ഇല്ലാത്ത, കൃഷ്ണനെക്കുറിച്ചുള്ള ചർച്ചയില്ലാത്ത ദിവസം, ഭഗവാനെക്കുറിച്ച് ചർച്ചയില്ലാത്ത ദിവസമാണ് ശരിക്കും ഏറ്റവും അമംഗളമായിട്ടുള്ള ദിവസം. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നണമെങ്കിൽ നമുക്കതിന് സ്വാദ് വേണം, രുചി ഉണ്ടെങ്കിലേ നമുക്ക് തോന്നുകയുള്ളൂ, ഇല്ലെങ്കിൽ തോന്നില്ല. ഭാഗവതം തന്നെ പറയുന്നു, ഭാഗവതത്തിൽ തന്നെ ഭാഗവതത്തെക്കുറിച്ച് പറയുവാണ്, ഭാഗവതം വളരെ ടേസ്റ്റിയാണെന്നുള്ളത്. തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വൻ മനസോ മഹോത്സവം തദേവ ശോകാർണവ ശോഷണം നൃണാം യദ് ഉത്തമ ശ്ലോക യശോനുഗീയതേ. 12ാമത്തെ സ്കന്ധത്തിൽ വരുന്ന ശ്ലോകമാണ്. തദേവ രമ്യം രുചിരം നവം നവം. ഭാഗവത്തിൻ്റെ ക്വാളിറ്റീസാണ് പറയുന്നത്. രമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആകർഷിപ്പിക്കുന്നതാണ്, അട്രാക്റ്റീവാണ്. എന്ത് ഭാഗവതം? കാര്യം അതിൽ ഇരിക്കുന്നത് കൃഷ്ണലീലയാണ്, ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ശുദ്ധഭക്തരെക്കുറിച്ചും. അപ്പോൾ ഒരുപാട് രമ്യം എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവാണ്. രുചിരം ഒരുപാട് സ്വാദുള്ളതാണ് ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ഭക്തരുടെ ലീലകൾ. രുചിരം. പിന്നെ പറയുന്നു നവം നവം, അതായത്
നവം നവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് തോന്നുന്നു. എപ്പോഴും ഒരേ ലീല തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് തോന്നുന്നു. അങ്ങനെ ആർക്കൊക്കെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ദാമോദര മാസമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ദാമോദരൻ്റെ കഥയാണ് കേൾക്കുന്നത്. ഓരോ വർഷം കഴിയുമ്പോൾ ആളുകൾ ക്ലാസ്സിലിരിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും തല ചൊറിയുന്നു, കൈ ചൊറിയുന്നു, വാച്ച് നോക്കുന്നു, വേറെ എന്തെങ്കിലും പുതിയതായിട്ട് വല്ലതും ഉണ്ടോ? ഈ കഥ എനിക്കറിയാം. ഇനി നരസിംഹ ചതുർദശി വരുമ്പോൾ നരസിംഹദേവനെ കുറിച്ച് പറയുന്നു. പ്രഹ്ലാദനോട് ചോദിച്ചു, ഹിരണ്യകശിപു എവിടെയാണ് നിന്റെ ഭഗവാൻ? അപ്പോൾ പറഞ്ഞു, തൂണ് കാണിച്ചു. തൂണ് പിളർന്ന് ഭഗവാൻ വരുന്നു പുറത്തേക്ക്. സത്യം വിദാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിംശ്ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ. എല്ലാ വർഷവും നമ്മൾ ചർച്ച ചെയ്യുന്നു. എനിക്കറിയാം. ഇതെനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൽ പുതുമയുള്ളത്? അങ്ങനെയുള്ളവർക്ക് നവമായിട്ട് തോന്നുന്നില്ല. അവർക്ക് മതിയായി, മടുപ്പ് തോന്നുന്നു. ആക്ച്വലി അതിൻ്റെ അർത്ഥം നമുക്ക് രുചി വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മഹാപ്രഭു പ്രഹ്ലാദ ചരിത്രവും ധ്രുവ ചരിത്രവും ഒക്കെ 108 പ്രാവശ്യമാണ് പറയുന്നു. അത് പറയുന്നുണ്ട് ഒരു പുസ്തകത്തിൽ. 108 പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെയിലി കേൾക്കുമെന്ന് പറയുന്നു പ്രഹ്ലാദനെ കുറിച്ച്. കാര്യം എന്താണ്? രുചിയുണ്ട്. നമുക്ക് രുചിയില്ലാത്തതിൻ്റെ കാരണം നമ്മൾ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് രുചിയില്ലാത്തത്. നാമം ജപിക്കുന്നില്ല, കൂടുതൽ കേൾക്കുന്നില്ല. അപ്പോൾ രുചി കൂടാനുള്ള മാർഗം ഭാഗവതം തന്നെ പറയുന്നുണ്ട്. അതായത് കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ രുചി, ഭാഗവതം കേൾക്കാനുള്ള രുചി, കൃഷ്ണനെക്കുറിച്ച് കേൾക്കാനുള്ള രുചി കൂടാൻ വേണ്ടിയിട്ട് ഭാഗവതം തന്നെ സൊല്യൂഷൻ പറഞ്ഞു തരുന്നുണ്ട്. 1:2:16 ശുശ്രൂഷു ശ്രദ്ധാനസ്യ വാസുദേവ കഥാ രുചി സ്യാ മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവനാത് പറയുന്നു. ശുശ്രൂഷു ശ്രദ്ധാനസ്യ, ശ്രദ്ധയോട് കൂടിയിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടു കൂടി ആരാണോ കേൾക്കുന്നത്, വാസുദേവ അങ്ങനെയുള്ളവർക്ക് വാസുദേവ കഥാരുചി സ്യാ മഹത് സേവയാ വിപ്ര. അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്യാൻ മഹത് സേവയാ വിപ്ര, ആരാണോ ഭക്തർക്ക് സേവനം ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു മഹാഭാഗവതരെ സേവനം ചെയ്യുന്ന കാര്യം അല്ലേ. മഹാഭാഗവതരെ സേവനം ചെയ്യാൻ 2 തരത്തിൽ പറ്റും. അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക, വാണി സേവ, അവർക്ക് ഫിസിക്കലി ചെയ്യുന്ന സേവ. 2 സേവയും സേവനമാണ്. സ്യാ മഹത് സേവയാ വിപ്ര. സോ ആരാണോ മഹത് സേവ ചെയ്യുന്നത്, മഹാഭക്തരെ സേവിക്കുന്നത്, വാണി വാപ്പു സേവ ചെയ്യുന്നത്, അങ്ങനെയുള്ളവർക്ക് വാസുദേവ കഥാരുചി, വാസുദേവൻ്റെ കഥ, കൃഷ്ണനെ കുറിച്ചുള്ള കൃഷ്ണകഥയിലുള്ള സ്വാദ് കൂടുന്നു. സോ ഇതാണ് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്താണ്? കൂടുതൽ കേൾക്കുക, ശുദ്ധഭക്തരിൽ നിന്ന് കേൾക്കുക, ഫോളോ ചെയ്യുക, പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അത് പറ്റുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക, വീണ്ടും കേൾക്കുക. അതേപോലെ തന്നെ ശുദ്ധഭക്തരെ അല്ലെങ്കിൽ നല്ല ഭക്തരെ നമുക്ക് അവരെ ഫിസിക്കലി സേവിക്കാനുള്ള അവസരം കിട്ടുവാണെങ്കിൽ സേവിക്കുക. അങ്ങനെ വരുമ്പോൾ അവരിലുള്ള രുചി നമ്മൾക്ക് കിട്ടുന്നു. ആ വ്യക്തി ശുദ്ധഭക്തരിൽ അല്ലെങ്കിൽ ശുദ്ധഭക്തരാവാൻ ശ്രമിക്കുന്നവർ, നല്ല രീതിയിൽ ആത്മാർത്ഥയോട് ശ്രമിക്കുന്നവരുടെ ഉള്ളിൽ അവർക്കൊരു രുചിയുണ്ടാവും. ഭാഗവതത്തിലും കൃഷ്ണകഥയിലും അങ്ങനെയുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ ആ രുചിയുടെ ഒരു ചെറിയ അംശം നമ്മളിൽ കേൾക്കുന്ന ആൾക്കും കിട്ടുന്നു. വെറുതെ പറയുന്നല്ല, അങ്ങനെയാണ്. സോ അതിൻ്റെ അർത്ഥം കൂടുതൽ നമ്മൾ കേൾക്കുക, അങ്ങനെയുള്ള നല്ല ഭക്തരിൽ നിന്ന് കേൾക്കുക. അങ്ങനെയാകുമ്പോൾ രുചി നമുക്ക് ഓട്ടോമാറ്റിക്കലി കൂടുന്നു. അപ്പോൾ ചോദ്യം വരാം, അങ്ങനെയാണെങ്കിൽ ഓക്കെ, കാണാത്തൊരു വ്യക്തിയെക്കുറിച്ച് എങ്ങനെ നമുക്ക് ഒരു ആകർഷണം തോന്നും? ഇതുവരെ കണ്ടിട്ടില്ല. കൃഷ്ണനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഭാഗവതത്തിൽ പറയുന്നതും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ടോ, പക്ഷെ നമ്മൾ കാണാത്തതുകൊണ്ട് വിശ്വാസമില്ല. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരാളുണ്ടോ? പിന്നെ നമുക്ക് രമ്യം എന്ന് പറയുമ്പോൾ തദേവ രമ്യം, എങ്ങനെ നമുക്ക് അട്രാക്ഷൻ തോന്നുന്നു? ചോദ്യം വരാമോ നമ്മുടെ ഉള്ളിൽ. പക്ഷേ ആക്ച്വലി നമ്മുടെ കേൾവി, ശ്രവണം പ്രോപ്പർ ആവാത്തത് കൊണ്ടാണ്. ശ്രവണത്തിലൂടെ, ചെവികളിലൂടെ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടുന്നു. അതായത് ചെവികളിലൂടെ നമുക്ക് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വെളിപ്പെടുന്നു. അത്രമാത്രം ശക്തിയാണുള്ളത്. ശ്രുത്വാൻ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരേർ ഹരതോംഗ താപം. ഇത് രുക്മിണി ദേവിയുടെ ലവ് ലെറ്ററാണ്. അതിൽ രുക്മിണി ദേവി പറയുന്നു, ശ്രുത്വ ഗുണാൻ ഭുവന സുന്ദര. രുക്മിണി ദേവി ഇതുവരെ കൃഷ്ണനെ കണ്ടിട്ടില്ല.
നാരദമുനിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കേട്ടിട്ടുണ്ട് കൃഷ്ണനെക്കുറിച്ച്, ഗുണങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. എന്നിട്ടും ലെറ്ററിൽ എഴുതുന്ന ഭുവനസുന്ദരൻ എന്നാണ്. കേട്ടതിലൂടെ രുക്മിണി ദേവി പൂർണ്ണമായിട്ടും ഹൃദയം ഭഗവാന് വേണ്ടി സമർപ്പിച്ചു. സോ ശ്രവണത്തിന് ഒരുപാട് ശക്തിയാണ്. രുക്മിണി ദേവിയുടെ കാര്യം ബ്രാഹ്മണ പത്നിമാർ കേട്ടിട്ടുണ്ടോ? ലീല കുറച്ച് ബ്രാഹ്മണരിരുന്ന് ഇത് ഒരുപാട് യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓം ഹോം സ്വാഹ. അവർ ആരാധിക്കുന്നത് കൃഷ്ണനെ തന്നെ, അല്ലെങ്കിൽ വിഷ്ണുവിനെയാണ്. എന്നാൽ അതേ കൃഷ്ണൻ, അതേ വിഷ്ണു, ആ വിഷ്ണു കൃഷ്ണനിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നില്ല. അതുമാത്രമല്ല, ഇതേ വൃന്ദാവനത്തിൽ ഉണ്ട് ആ കൃഷ്ണൻ. അവർ സ്വാഹ സ്വാഹ വിളിക്കുന്ന ആളെ അവിടെയുണ്ട്. അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ അവരോട് പോയി ചോദിക്കുന്നു കൃഷ്ണനും കൂട്ടുകാരും, വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക്, കാലത്ത് പശുക്കളെ മേയ്ക്കാൻ വന്നതാണ്, പശുക്കിടാങ്ങളെ, നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം തരുമോ? അവർ മൈൻഡ് ചെയ്യുന്നില്ല. കൃഷ്ണൻ കൂട്ടുകാരും ഒന്നും മൈൻഡ് ചെയ്തില്ല, ഒരക്ഷരം മിണ്ടിയില്ല. നേരെ ഇവർ പോയി ബ്രാഹ്മണ പത്നിമാരോട് ചോദിക്കുന്നു. ബ്രാഹ്മണ പത്നിമാർ അവർ കേട്ടപാടെ കൃഷ്ണന് വേണ്ടിയിട്ടാണെന്ന് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇവിടെയുള്ളത് എല്ലാം കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാം എടുത്തു കൊടുത്തു. ആ വീട്ടിലുള്ള എല്ലാം യജ്ഞത്തിന് വേണ്ടി വെച്ച് ഒരുപാട് സംഭവങ്ങൾ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു കൊടുത്തു കൃഷ്ണനും കൂട്ടുകാർക്കും. അപ്പോൾ എങ്ങനെ അവർക്ക് കൃഷ്ണനെ കാണാത്തവരാണ്. ഇതുവരെ ആ ബ്രാഹ്മണ പത്നിമാരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കൃഷ്ണനെ, പക്ഷെ കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരുപാട്. അതായത് പല ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പല വിൽക്കാൻ വരുന്ന പഴങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്ന അവരിൽ നിന്ന് കേട്ടിട്ടുണ്ട് കൃഷ്ണനെക്കുറിച്ച്. അപ്പോൾ കേട്ട് 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 അവരുടെ ഉള്ളിൽ ആ ആഗ്രഹം വന്നിരിക്കുമായിരുന്നു ഈ വ്യക്തിയെ കാണാൻ വേണ്ടി. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവരെല്ലാം കൊടുത്തു. സോ കാണേണ്ട ആവശ്യം വരുന്നില്ല ഭഗവാനിലേക്ക് ആകർഷണം തോന്നാൻ വേണ്ടി. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രോഗ്രസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് കൃഷ്ണനെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള രുചി കൂടുമ്പോൾ. നാമം ജപിക്കാനുള്ള രുചി കൂടുന്നുണ്ടോ? അതേപോലെ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ രുചി കൂടുന്നുണ്ടോ? ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ രുചി കൂടുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം ഇത് തന്നെയാണ് എല്ലാ ഭക്തരും, ശുദ്ധഭക്തരും പ്രാർത്ഥിക്കുന്നതും. നമ്മൾ ശ്രീമദ് ഭാഗവതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കും, ധ്രുവ മഹാരാജും പ്രഹ്ലാദ് മഹാരാജും ഇവരൊക്കെ അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരേ ഒരു വരം ആണ്. ഒന്നും വേണ്ടെന്ന് പറയുന്നു അവർ. എന്നിട്ട് അവസാനം ഭഗവാൻ നിർബന്ധിക്കുകയാണ്. ധ്രുവ മഹാരാജിനെ നിർബന്ധിക്കുന്നുണ്ട്, പ്രഹ്ലാദിനെ നിർബന്ധിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ശുദ്ധഭക്തരുടെ സംഘം എനിക്ക് വേണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെക്കുറിച്ച് കേൾക്കുവാൻ വേണ്ടി, വേറെ ഒന്നുമല്ല. നിരന്തരം കോൺസ്റ്റൻ്റായിട്ട് എപ്പോഴും നിത്യവും അങ്ങയെക്കുറിച്ച് കേൾക്കുക, ശ്രവിക്കുക ശുദ്ധഭക്തരിൽ നിന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തരുടെ സംഘമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് പറയുന്നത്. ആര്? ധ്രുവ മഹാരാജും പ്രഹ്ലാദ് മഹാരാജും ഒരേ കാര്യം തന്നെ പറയുന്നു. ഇനി 4ാമത്തെ സ്കന്ധത്തിൽ പൃഥു മഹാരാജും ഇത് തന്നെയാണ് പറയുന്നത്. പൃഥു മഹാരാജ് പറയുന്നു, ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഇന്ദ്രൻ 99ാമത്തെ യജ്ഞം അദ്ദേഹം തടയുന്നു. ആ സമയത്ത് എല്ലാം തടയാൻ നോക്കുന്നു. ഇടയിൽ 99 ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഇന്ദ്രനെ ടെൻഷനാക്കണ്ട, എന്തായാലും ആ ഇന്ദ്രൻ്റെ സ്ഥാനം നോക്കിയിട്ടല്ല നീ ചെയ്യുന്നത്, ഇന്ദ്രനാണെങ്കിൽ ടെൻഷനിലാണ്, എൻ്റെ പൊസിഷൻ പോകുമെന്നുള്ളത്, എന്തായാലും ആ ഒരു പ്രശ്നം വേണ്ട, അതുകൊണ്ട് നമുക്ക് നിർത്താം ബ്രഹ്മാവ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ പൃഥു മഹാരാജ് യജ്ഞം നിർത്തി, അശ്വമേധ യജ്ഞം നിർത്തി. പിന്നീട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പൃഥു മഹാരാജിനോട് ചോദിക്കുന്നു, എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, ഒന്നും വേണ്ട എനിക്ക്, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പക്ഷേ വിദസ്തു കർണായുധം ഏഷമേ വരഹ, ഒരു ആഗ്രഹം എനിക്കുണ്ട് ഓ ഭഗവാനെ. അതായത് എനിക്ക് കോടിക്കണക്കിന്, അദ്ദേഹം ചോദിക്കുന്ന വരവതാണ്, കോടിക്കണക്കിന് ചെവികൾ തന്നാലും ആ ചെവികൾ ഉപയോഗിച്ച് എനിക്ക് അങ്ങയെക്കുറിച്ച് കേൾക്കാം, നിരന്തരവും സ്ഥിരം എപ്പോഴും നിത്യവും അങ്ങയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കാം ശുദ്ധഭക്തരിൽ നിന്ന്. ഇതാണ് വരം ചോദിക്കുന്നത്. തുണ്ടേ താണ്ടി വിനീരതിം വിതനുതേ തുണ്ടാവലി ലബ്ധയെ
കർണക്രോഡകടംബിനി ഘടയത്തെ കർണാർബുദേഭ്യാ സ്പൃഹാം ചേതപ്രാങ്കണസംഗിനി വിജയത്തെ സർവേന്ദ്രിയാണാം കൃതിം നോ ജാനേ ജനിതാ കിയദ്ഭിരമൃതേർ കൃഷ്ണേതി വർണ്ണദ്വൈ. ശ്രീല രൂപഗോസ്വാമിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ശ്രീല രൂപഗോസ്വാമി പറയുന്നു, തുണ്ടേ താണ്ടി വിനീറതിം വിതനുദേ തുണ്ടാവലി ലബ്ധയെ. രൂപഗോസ്വാമി ആഗ്രഹിക്കുന്നു, ഓ കൃഷ്ണ, എനിക്ക് ഒരു നാവ് പോരാ, ആയിരക്കണക്കിന് നാവുകൾ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണൻ്റെ നാമം ചൊല്ലാനും കൃഷ്ണനെക്കുറിച്ച് പറയുവാനും. ഒരു നാവ് കൊണ്ട് മതിയാവുന്നില്ല, അത്രയും രുചിയാണ് അദ്ദേഹത്തിനുള്ളത്. കർണക്രോഡ കടംബിനി ഘടയത്തെ കർണാർബുധേഭ്യാസ്പൃഹാം. അതായത് കർണാർബുദ, അതായത് അർബുദം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. അതായത് ഒരുപാട് ആയിരക്കണക്കിന് ചെവികൾ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി, അങ്ങയുടെ നാമത്തെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി. അതാണ് ശ്രീല രൂപഗോസ്വാമിയുടെ പ്രാർത്ഥന. അംബരീഷ് മഹാരാജാവും അദ്ദേഹത്തിൻ്റെ സെക്ഷനിൽ പറയുന്നു, സവൈ മനകൃഷ്ണ പദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോ ഹരേർ മന്ദിര മാർജനാദീഷു ശ്രുതിം ചകാരച്യുത കത്തോതയെ. എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കണം എൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും. സവൈ മനകൃഷ്ണ പദാരവിന്ദ്, മനസ്സിനെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വച്ചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, വാക്കുകൾ കൊണ്ട് അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി, അങ്ങയുടെ നാമം ചൊല്ലാൻ വേണ്ടി എനിക്ക് ഉപയോഗിക്കണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഇവരുടെയൊക്കെ പ്രേരണകളാണിത്. ഇതെല്ലാം പ്രാർത്ഥനയാണ് ശുദ്ധഭക്തരുടെ. കരോ ഹരേർ മന്ദിര മാർദനീഷു, അതായത് കൈകൾ ഈ മന്ദിരം, ഭഗവാന്റെ അമ്പലം വൃത്തിയാക്കുവാനും സേവനം ചെയ്യുവാനും. ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ, ചെവി, ശ്രവണം. ശ്രുതിം സത്കഥോദയേ, കൃഷ്ണനെക്കുറിച്ചുള്ള ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് മാത്രമേ ഉള്ളൂ. ഓ ഭഗവാനെ, ഇതാണ് എൻ്റെ പ്രാർത്ഥന. വാണി ഗുണാനുകഥനെ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിയും സദാം ദർശനേസ്തു ഭവത്തനൂനാം മണിഗ്രീവ നളകുവേര. അവരും ചോദിക്കുന്നത് തന്നെയാണ്. വാണി ഗുണാനുകഥനെ അതായത് വാണി, ഈ സംസാരിക്കാനുള്ള കഴിവ്, നാവ്, ഗുണാനുകഥനെ, അങ്ങേ സ്തുതിക്കാൻ വേണ്ടി. ശ്രവണോ കഥായാം, ചെവികളാണെങ്കിൽ അങ്ങയെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി മാത്രം. ഹസ്തൗച്ച കർമ്മസു മനസ്തവ പാദയോർണ, ഈ കൈകളും കാലുകളൊക്കെ അങ്ങയ്ക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി, മനസ്സ് അങ്ങയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ വേണ്ടി. ശിരസ്തവ നിവാസ ജഗത് പ്രണാമി, ശിരസാണെങ്കിൽ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുവാൻ വേണ്ടി. ദൃഷ്ടിയും സദാം ദർശനേ, ദൃഷ്ടിയാണെങ്കിൽ അങ്ങയുടെ സ്വരൂപത്തെ കാണുവാനും അങ്ങയുടെ ശുദ്ധഭക്തരെ കാണുവാനും വേണ്ടി മാത്രമായി മാറട്ടെ ഈ ദൃഷ്ടി. അപ്പോൾ അവിടെയും നളകുവേര മണിഗ്രവനും ആഗ്രഹിക്കുന്നു, ശ്രവണോ കഥായാം, ഈ ചെവികൾ കൃഷ്ണനെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി മാത്രമായിരിക്കട്ടെ. പരീക്ഷിത്ത് മഹാരാജാവും ഇതേപോലെ പറയുന്നുണ്ട് ദശമസ്കന്ധത്തിലെ 80-ാമത്തെ അധ്യായത്തിൽ. സവാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീത്തെ കരൗ ച തത്കർമ്മ കരൗ മനശ്ച സ്മരേദ് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത് പുണ്യ കഥാസ്വകർണഃ. ഇതെല്ലാം ഒരേ തീമിൽ വരുന്ന ശ്ലോകങ്ങളാണ്. സവാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതെ, വാഗ് എന്ന് പറയുന്നത് നാവ്, തസ്യ ഗുണാൻ ഗൃണീത, അങ്ങേ സ്തുതിക്കാൻ വേണ്ടി മാത്രം. കരൗ ച തത് കർമ്മ കരൗ മനശ്ച, അതായത് കൈകളും കാലുകളൊക്കെ അങ്ങേക്കൊരു സേവനങ്ങൾ ചെയ്യണം. മനസ്സ് സ്മരേത്, മനസ്സെന്തിനാണ്? സ്മരിക്കാൻ വേണ്ടി. ശൃണോതി തത് പുണ്യ കഥാസോ കർണഃ, ഈ ചെവികളാണെങ്കിൽ അങ്ങയെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി മാത്രം. ഇതെല്ലാ ഭക്തരും ഒരേ കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങയെക്കുറിച്ച് കേൾക്കണം, അങ്ങയെക്കുറിച്ച് കേൾക്കണം, ഭാഗവതം കേൾക്കണം, ഭഗവാനെക്കുറിച്ച് കേൾക്കണം, ഹരികഥ കേൾക്കണം. മുകുന്ദമാലയിലും കുലശേഖര ആൾവാർ പറയുന്നു അത് തന്നെ. ജിഹ്വേ കീർത്തയ കേശവം മുരരിപും ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ് സമർച്ചയാച്യുത കഥാ ശ്രോതദ്വയത്വം ശൃണു കൃഷ്ണം ലോകയലോചനം ദ്വയഹരേ ഗച്ഛാംഗ്രിയുഗ്മാലയം ജിഗ്രഗ്രാണ മുകുന്ദ പാദ തുളസിം മൂർധൻ നമാദോക്ഷജം. മുകുന്ദമാല കേട്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും ഈ ശ്ലോകം. അവിടെയും പറയുന്നു, ഈ പറയുന്ന ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനങ്ങളിൽ ഉപയോഗിക്കണം എന്നുള്ളത്. അവിടെ ശ്രോതദ്വയത്വം ശൃണു, ചെവികൾ അങ്ങയെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി മാത്രം. സോ പ്രഭുപാദ് ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ഭാഗവതത്തിൽ,
അതായത് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, അവിടെ പോകാൻ വേണ്ടി പ്രവേശിക്കണമെങ്കിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണ്ടത് എന്താണ്? ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനുള്ള ആഗ്രഹം, ആ ഇൻട്രസ്റ്റ്. ആദ്യത്തെ ക്വാളിഫിക്കേഷനാണ് അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ആ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, ഭഗവാനെക്കുറിച്ച് നിത്യവും കേൾക്കാനുള്ള ആഗ്രഹവും ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് പ്രോഗ്രസ് ഉണ്ടെന്നുള്ളതാണ്. ആഗ്രഹമില്ല, ഇതൊക്കെ സത്സംഗം ഒരു തലവേദനയായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഓക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പലതവണ കേട്ടതല്ലേ, ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് രുചിയില്ലാത്തതുകൊണ്ടാണ്. ഓഫ് കോഴ്സ് ഇതൊരു ക്വാളിഫിക്കേഷനാണ്. കൂടുതൽ കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനുള്ള ആഗ്രഹം വരിക എന്ന് പറയുന്നത് അവിടെ പോകാനുള്ള യോഗ്യതയുടെ ആദ്യത്തെ പടിയാണ്. അതാണ്. നമ്മളെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് എല്ലാവരും. നമുക്ക് ഭാഗവതം കേൾക്കാൻ വേണ്ടി എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഓഫ് കോഴ്സ് സപ്താഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ശ്രീലപ്രഭുപാദിൻ്റെ മഹാകാരുണ്യം കൊണ്ട് ഭാഗവതം നമ്മുടെ ഭാഷയിൽ അത് അവൈലബിൾ ആണ്. ഭാഗവതം കേൾക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ഇതുപോലുള്ള സത്സംഗങ്ങളിലൊക്കെ ആയിട്ട് ഭാഗവതം കേൾക്കാനുള്ള അവസരമുണ്ട്. ഈ അവസരം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കി മാറ്റുക കൃഷ്ണകഥ എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത ശ്രവണം, ചർച്ചകൾ എന്നുള്ളത്, നാമജപം എന്നുള്ളത്, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന പോലെ ഭഗവത് സാക്ഷാത്കാരം, അതേപോലെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്നുള്ള ഉറപ്പ് ഭഗവാൻ തരുന്നു. ആ വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. ग्रंथराज श्रीमद् भागवतम की जय, भद्र पूर्णिमा महामहोत्सव की जय, जगद्गुरु शीला प्रभुपाद की जय, निताय गौर प्रेमानंदे. थैंक यू. हरे कृष्ण. प्रणाम. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭുജി. അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ്സായിരുന്നു ഭാഗവതത്തിന്റെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ हरे कृष्ण. പ്രഭുജി. ഹരേ प्रणाम. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. प्रणाम. हरे कृष्ण.